ഇസ്ലാമിക നിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള മതപണ്ഡിതൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് മിഡിൽ ഈസ്റ്റിൽ വലിയ ചർച്ചയാകുന്നു. ഹസൻ എന്ന മുൻ പ്രൊഫസറുടെ ജീവിതം ഇന്ന് ലോകമെമ്പാടുമുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വലിയൊരു പ്രത്യാശയായി മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഒരു തീവ്ര ഇസ്ലാമിക കുടുംബത്തിലാണ് ഹസൻ വളർന്നത്. ഇസ്ലാമിക നിയമങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഒരു അഭിഭാഷകനായും പള്ളിയിലെ ഇമാമായും സേവനമനുഷ്ഠിച്ചു. ക്രമേണ തന്റെ മേഖലയിലെ എല്ലാ മതപണ്ഡിതന്മാരെയും പരിശീലിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായും ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായും അദ്ദേഹം ഉയർന്നു. അക്കാലത്ത് ISIS പോലുള്ള ഭീകര സംഘടനകളിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിക്കുകയും അവരെ മതപരമായി സജ്ജരാക്കുകയും ചെയ്യുന്നതിൽ ഹസൻ മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ താൻ പഠിക്കുന്ന മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ഹസന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഞാൻ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും വായിക്കാൻ തുടങ്ങി. ഇസ്ലാമിക അധ്യാപനങ്ങളെക്കാൾ മികച്ച കാര്യങ്ങൾ ബൈബിളിലുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ഖുറാനിലെ പല ഭാഗങ്ങളും പരസ്പര വിരുദ്ധമാണെന്ന് ഞാൻ കണ്ടെത്തി എന്നെല്ലാമാണ് ഹസൻ തന്റെ മാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഹസന്റെ ചിന്താഗതിയിലെ മാറ്റം അധികൃതർ തിരിച്ചറിഞ്ഞു. ഇസ്ലാമിനെ ബഹുമാനിക്കുന്ന രീതിയെക്കുറിച്ച് പ്രസംഗിക്കാൻ സർവകലാശാല ആവശ്യപ്പെട്ടപ്പോൾ താൻ കണ്ടെത്തിയ സത്യങ്ങൾ മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇസ്ലാമിനെ അനുകൂലിച്ച് സംസാരിക്കാൻ വിസമ്മതിച്ചതോടെ അദ്ദേഹത്തെ തൽക്ഷണം ജോലിയിൽ നിന്ന് പുറത്താക്കി. പദവികളും പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. മനസ്സമാധാനത്തിനായി പല മതങ്ങൾ പഠിച്ച ഹസൻ ഒരു ദിവസം ഒരു ക്രൈസ്തവ സാറ്റലൈറ്റ് ചാനലിൽ ജീസസ് എന്ന സിനിമ കാണാനിടയായി. ക്രിസ്തുവിന്റെ കുരിശുമരണം കണ്ട അദ്ദേഹം വികാരധീനനായി പൊട്ടിക്കരഞ്ഞു. ദൈവമേ, നിന്നെ കണ്ടെത്താൻ ഞാൻ എന്തിനാണ് ഇത്രയും വർഷം പാഴാക്കിയത്? തെറ്റായ ദൈവത്തെ ആരാധിച്ചാണോ ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന ചോദ്യത്തോടെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം തനിക്ക് ചുറ്റും വിവരിക്കാനാവാത്ത ഒരു പ്രകാശവും സമാധാനവും അനുഭവപ്പെട്ടുവെന്ന് ഹസൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഹസൻ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച വാർത്ത പുറത്തു വന്നതോടെ അദ്ദേഹം ഒരു കാഫിറായി പ്രഖ്യാപിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണികൾ ഒഴുകിയെത്തി. ഇവനെ കൊല്ലണം, ഇവൻ മതം ഉപേക്ഷിച്ചു എന്ന ആഹ്വാനങ്ങൾ വർദ്ധിച്ചു. പോലീസിന് പക്കൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ഹസനും കുടുംബവും അർദ്ധരാത്രിയിൽ വീടുപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇന്ന് ഹസൻ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ കഴിയുന്നു. തന്റെ ഇസ്ലാമിക പാണ്ഡിത്യം ഉപയോഗിച്ച് മുസ്ലിം സഹോദരങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു സുവിശേഷകനായി അദ്ദേഹം മാറി. ഹസൻ വഴി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 20ഓളം പേർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു.